കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പുതല അന്വേഷണവും നടക്കുന്നു. ഇതിനു പുറമെയാണ് സമഗ്ര അന്വേഷണം. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. ഷീജ ചേരുകയാണ്. ഷീജ, സമഗ്രമായ അന്വേഷണം എല്ലാ തലത്തിലും ഈ ജയിൽ ചാട്ടത്തെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കുകയാണ്. ഇന്ന് പുതിയൊരു അന്വേഷണ സംഘത്തിന് രൂപം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിശദാംശങ്ങൾ. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇത്തരത്തിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന സംഭവം ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് നിലവിലിപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമാന്തരമായി തന്നെ രണ്ട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഒന്ന് പോലീസിന്റെ അന്വേഷണവും ഒന്ന് വകുപ്പുതല പരിശോധനകളും നടക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഈ പ്രത്യേക സമഗ്ര അന്വേഷണം നടത്താനായി ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള സമിതിയെയും ഇപ്പോൾ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് അത്യന്തം ഗൗരവകരമായ സംഭവമാണ്. വിശദമായ പരിശോധനകൾ നടത്തി നടപടി സ്വീകരിക്കേണ്ട സംഭവമാണെന്ന് മുഖ്യമന്ത്രി ആമുഖമായി തന്നെ പറയുകയും ചെയ്തു. അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണം എന്നുള്ളൊരു തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന തരത്തിലുള്ള CCTV അത് 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ നടപടികൾ അടിയന്തരമായി തന്നെ തുടങ്ങാനുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജയിൽ ജീവനക്കാർ അവർ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്തുകൊണ്ട് ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതായിരിക്കും. ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകളിൽ പലരെയും ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലുകളിലാണ് പാർപ്പിക്കുന്നത്. ഇത്തരക്കാർക്ക് അന്തർ സംസ്ഥാന ജയിൽ മാറ്റം കൂടി ആലോചിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അത് അടിയന്തരമായി തന്നെ നടപ്പാക്കി തുടങ്ങുന്നതിനുള്ള നിർദ്ദേശം കൂടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഷമി.